നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുക. പിന്നെ ടാരോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് നമ്മൾ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവിനെ എല്ലാം പുറത്തേക്ക് കളയാനും നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള നല്ലൊരു ഗൈഡൻസ് നൽകാനും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു എനർജിയാണ് ടാരോ റീഡിങ്സ്. പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ട ക്ലാരിറ്റിയോട് കൂടി മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ ഒരു നല്ലൊരു മാർഗ്ഗനിർദ്ദേശിയായി തന്നെ നമുക്ക് ടാരോ റീഡിങ്സിനെ കാണാൻ പറ്റും. അതുപോലെ ബ്ലോക്കേജുകൾ, തടസ്സങ്ങൾ, അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, അതിനുള്ള ആ കാരണം ഏത് സിറ്റുവേഷൻസിൽ നിന്നാണ്, അതിനുള്ള പരിഹാരം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് ടാരോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് വിശ്വാസത്തോടു കൂടി കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. വരാഹി മന്ത്രവും മണി അഫർമേഷൻസും നമ്മുടെ വീഡിയോസിൻ്റെ അവസാനം കിടപ്പുണ്ട്. നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്യണം. മാത്രവുമല്ല നമുക്കിതിനകത്ത് പറയാനുള്ളത് ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം. മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഹീലിംഗ് സംഭവിക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു കാര്യത്തിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മറ്റുള്ള നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിനെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് ഹീലാക്കുകയും ചെയ്യും. അതേസമയം നമുക്കൊരു മാനിഫെസ്റ്റേഷൻ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആകുന്ന ഓരോ കാര്യങ്ങളെയും ട്രോമ എനർജികളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക. പോസിറ്റീവായ കാര്യത്തിലേക്ക് കണക്റ്റ് ചെയ്യുക. നെഗറ്റീവിൻ്റെ എനർജിയെ താഴ്ത്തി പോസിറ്റീവിൻ്റെ എനർജിയെ നമ്മളിൽ ഉയർത്തി വളരെയധികം പ്രഷ്യസ് എനർജിയിലേക്ക് മാറാൻ ശ്രമിക്കുക കേട്ടോ. അതിന് നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഒറ്റ ദിവസം കൊണ്ടൊന്നും ഒരിക്കലും സാധ്യമാകുകയില്ല. ഈ ഒരു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നെഗറ്റീവ് ആകുന്ന കാര്യങ്ങളാകും അതിൻ്റെ മുന്നിലേക്ക് ഓടിക്കയറുക എന്നതാണ് പോസിറ്റീവിന് സാധിക്കേണ്ടത്. അതിനുവേണ്ടി പരിശ്രമിക്കണം. അശ്രാന്തം പരിശ്രമിച്ചാൽ മാത്രമാണ് ഈ നെഗറ്റീവിൻ്റെ എനർജി കുറഞ്ഞ് പോസിറ്റീവ് കണക്റ്റഡ് ആവുകയുള്ളൂ. അതൊരു ഹീലിംഗ് പ്രോസസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യണം. നമ്മളൊരു കാര്യത്തെ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഇൻസിഡൻറ്റുകൾ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പെയിന്, വിദ്വേഷം, അങ്ങനെയുള്ള നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞവർ, നമ്മളെ ദ്രോഹിച്ചവർ, നമ്മളെ ചീറ്റിംഗ് ചെയ്തവരെ കുറിച്ചൊക്കെയുള്ള ഒരു തോട്ട്സ് നമ്മളിൽ നിന്നും വിട്ടുപോവുകയും നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും അത് നമുക്ക് ഫലപ്രദമാകുമ്പം നമുക്കൊരു ഉത്സാഹം തോന്നും നെക്സ്റ്റ് അടുത്ത ഒരു മാനിഫെസ്റ്റേഷൻ എന്നുള്ളത്. അപ്പം നമുക്ക് എന്ത് സംഭവിക്കും, അങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് കയറി ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അതല്ലാണ്ട് പെട്ടെന്നൊന്നും ഒരിക്കലും ഒരു ദിവസം ഉണർന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നതൊന്നുമല്ല ഹീലിംഗ് പ്രോസസ്സ്. അത് പടിപടിയായിട്ട് നമ്മുടെ ലൈഫിൽ കണക്റ്റഡ് ആകുന്നതാണ്. നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുമ്പം നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് കയറി വരും. നിങ്ങൾ ആ മാനിഫെസ്റ്റേഷൻ വിട്ട് കളയുന്ന സമയം ഉണ്ടാവും. വീണ്ടും നമ്മുടെ മനസ്സിനോട് പറയണം, നമുക്ക് മാനിഫെസ്റ്റിംഗ് ചെയ്യണം, നമുക്കതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. അങ്ങനെ നമ്മളൊരു സെൽഫ് മോട്ടിവേഷൻ ചെയ്താണ് എന്ത് ചെയ്യേണ്ടത്, ആ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നമ്മളിലേക്ക് കണക്റ്റ് ചെയ്തെടുക്കേണ്ടത്. അത് കണക്റ്റ് ചെയ്തെടുത്ത് കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് ഹീലിംഗ് പ്രോസസ്സിംഗ് നടക്കും. നിങ്ങൾ പോലും അറിയില്ല. അല്ലാണ്ട് മറ്റൊരാൾക്ക് നമ്മളെ ഹീല് ചെയ്യാനോ മറ്റൊരാൾക്ക് നമ്മളിൽ ഒരു പോസിറ്റിവിറ്റി നിറയ്ക്കാനോ ഒന്നും ഒരിക്കലും സാധിക്കുകയില്ല കേട്ടോ.
കാരണം അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എവിടെ അവസാനിക്കുന്നു അവിടെ തീർന്നു ആ ഒരു പോസിറ്റിവിറ്റിയുടെ പ്രസൻസ്. ഈ റീഡിങ്സ് കഴിഞ്ഞ് നിങ്ങൾ ഈ ഒരു നെക്സ്റ്റ് എന്ത് കാര്യത്തിലേക്കാണോ ഇൻവോൾവ് ആകുന്നത് അതോടുകൂടി ഒരു റീഡിങ്സിനെ നിങ്ങൾ മറന്നു കളയും. ഞാൻ പറഞ്ഞ വാക്കുകളെയും എന്നെപ്പോലും നിങ്ങൾ മറന്നു കളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അതാണ് ഒരു വ്യക്തിയുമായിട്ട് നമ്മൾക്കൊരു ഹീലിംഗ് പ്രോസസ്സിങ് ഡിഫിക്കൽറ്റിയാണ്. പലരും വിളിച്ചിട്ട് ചോദിക്കും ഹീല് ചെയ്ത് തരുമോ? നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങളെ ആ ഒരു മാർഗത്തിലേക്ക് പല പ്രാവശ്യങ്ങളിലായിട്ട് കൊണ്ടുവന്നെത്തിച്ചാൽ സാധിക്കും. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മളെടുക്കുന്ന സ്ട്രഗിളിംഗ് ആണ് നമുക്ക് ലഭിക്കുന്ന ഫലമെന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. വേറൊരാൾ സ്ട്രഗിൾ ചെയ്താൽ അവർക്കേ ഫലം കിട്ടൂ, നമുക്കല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ഹീലിംഗ് നടക്കും. നമ്മുടെ ശത്രുവിനെ ആണെങ്കിലും നമ്മുടെ പെയിൻ എനർജികളെ ആണെങ്കിലും പാസ്റ്റിലെ ട്രോമകളെ ആണെങ്കിലും എല്ലാം നമുക്ക് എടുത്ത് കളയാൻ സാധിക്കും കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ബ്ലെസ്സിങ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നത്തെ ദിവസം ഒരു ഗിഫ്റ്റൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ച സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇന്ന് ഇമോഷണലി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പറയുന്നത് വീഴ്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് മാറുക എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ട്രാജഡി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് കുടുംബ ബന്ധത്തിലായാലും മറ്റേത് സിറ്റുവേഷൻസിലായാലും നിങ്ങൾക്ക് സംഭവിച്ച വീഴ്ചയിൽ നിന്നും നിങ്ങൾ ഹാപ്പിനെസ് എനർജിയിലേക്ക് ഒന്നേന്നൊരു പോസിറ്റിവിറ്റിയിലേക്ക് വരിക. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഹീലിംഗ് എനർജിയിലേക്ക് വരിക എന്ന് തന്നെയാണ് നമുക്കിവിടെ ഡിവൈൻ പറയുന്നത്. പ്ലസ് നമുക്കിതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്, നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറേണ്ട സമയം കഴിഞ്ഞു. നിങ്ങളുടെ ഓരോ പതനങ്ങളും നിങ്ങൾക്ക് ഓരോ നഷ്ടങ്ങളും സംഭവിക്കുന്നതിൻ്റെ ഒന്നാമത്തെ മൂല കാരണം എന്ന് പറയുന്നത് ഒരു സെൽഫ് ലവ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് തന്നെയാണ്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ സ്നേഹിക്കുക. മക്കളുണ്ടാകും, ഹസ്ബൻഡ് ഉണ്ടാവും, പേരൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ പേരക്കുട്ടികളുണ്ടാകും. അതല്ലെങ്കിൽ ഭയങ്കരമായി കണക്റ്റഡ് ആകേണ്ട ഫ്രണ്ട്ഷിപ്പ് എനർജികൾ ഉണ്ടാകും. ഒരുപാട് ഉത്തരവാദിത്തം പൂർണ്ണമായി കൊടുക്കേണ്ട ജോബ് ഉണ്ടാകും. ഫിനാൻഷ്യൽ പരമാകുന്ന ചില കാര്യങ്ങൾ ലൈഫിലുണ്ടാകും ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ എല്ലാം മുന്നിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾക്കുള്ള ഒരു സെൽഫ് ലവ് ആണ്. അതായത് നമ്മളെ എത്രത്തോളം ബ്യൂട്ടി ആക്കാമോ, നമുക്ക് എത്രത്തോളം പ്രഷ്യസ്നെസ് ഉണ്ടാക്കാമോ, നമ്മളെ എത്രത്തോളം ഒരുക്കി അലങ്കരിച്ച് സൗന്ദര്യമുള്ളതാക്കി എടുക്കാമോ അത്രത്തോളം ചെയ്യുക. അതാണ് സെൽഫ് ലവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാൻ കഴിയുമ്പം, ജസ്റ്റ് കുറച്ച് നേരമെങ്കിലും കണ്ണാടിയിൽ നോക്കി ഒരു മോട്ടിവേഷനൊക്കെ, സെൽഫ് മോട്ടിവേഷനൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ തന്നെ ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ലൈഫിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, കരിയർ പാതയെ ബേസ് ചെയ്തൊക്കെ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ജോലിയിലൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന ഒരു ഭദ്രത ഉണ്ടാകുന്നില്ല. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പുതിയ പല കാര്യങ്ങളും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു ഒരു ലോസ് എനർജി, ഫോക്കസ് എത്ര ചെയ്തിട്ടും നിങ്ങൾക്കൊരു ലോസ് എനർജിയുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. അത് കരിയർ എനർജിയെ ബേസ് ചെയ്താണെങ്കിലും, നിങ്ങൾ ഫിനാൻസിനെ കണക്റ്റ് ചെയ്തിട്ട് കരിയർ പാതയെ കണക്റ്റ് ചെയ്യുന്നതാണെങ്കിലും, തീർച്ചയായിട്ടും നമുക്കിവിടെ പറയുന്നത്, നമുക്ക് സാമ്പത്തികത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ്. ആ ഒരു പ്രവൃത്തി നമ്മൾ എത്രത്തോളം പ്രഷ്യസ് ആയിട്ട് ചെയ്യുന്നുവോ അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫിനാൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുമെന്നാണ് പറയുന്നത്. സാമ്പത്തികത്തെ ഫോക്കസ് ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ സ്റ്റക്കാണ്. നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമ്പത്തികത്തെയാണ്. പക്ഷേ സാമ്പത്തികമല്ല ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രവൃത്തിയിലാണ് ഫോക്കസ്നെസ് കൊടുക്കേണ്ടത്. അത് സാമ്പത്തികമായിട്ട് തന്നെ വരുമെന്നാണ് നമുക്ക് എനർജി കാണുന്നത്.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവലിംഗ് എനർജി വരുന്നുണ്ട് കേട്ടോ. ഒരു എയർ ട്രാവലിംഗ് എനർജി ഒന്നെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരിക്കാം. നിങ്ങൾക്കൊരു എയർ ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. അത് കുറച്ച് നാളായിട്ടൊരു ആക്ഷൻ, ഒരു പാഷൻ പോലെ, ഒരു ആഗ്രഹം പോലെ വെച്ചിരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതുപോലെ കരിയർ പാതയിലൊക്കെ ചില വ്യക്തികൾക്കൊരു മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ, ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസമാണെങ്കിലും കരിയർ എനർജിയിലാണെങ്കിലും നിങ്ങളുടെ ചില ആഗ്രഹങ്ങളിലാണെങ്കിലും യാത്രയിലൊക്കെ ആണെങ്കിലും ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു നേതൃപാടവം അവിടെ വഹിക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ട്രാവലിങ്ങിനെ ബേസ് ചെയ്ത് ചെറിയ രീതിയിലൊരു തടസ്സമുണ്ടായതായിട്ട് നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് നാളുകളായിട്ട് ചില വ്യക്തികളുടെ പ്രസൻസാണ് നിങ്ങൾക്ക് തടസ്സമുണ്ടാക്കിക്കൊണ്ടിരുന്നതായിട്ട് കാണുന്നത്. ആ തടസ്സം നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് മാറ്റം വരുത്തുന്നുണ്ട്. അതായത് നിങ്ങളുടെ അവിടെ ഒരു വിന്നർ ആകുന്നുണ്ട്. നിങ്ങൾ ആശ്രാന്തം പരിശ്രമിച്ചതിൻ്റെ ഫലമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു വിന്നർ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ട്രാവലിംഗ് എനർജിയെ ബേസ് ചെയ്ത് കണക്റ്റഡ് ആകുന്നുണ്ട്. ദ എംപറർ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു ഇമോഷണൽ ബാലൻസ്, അതായത് ഒരു ഈഗോ എനർജി അല്ലെങ്കിൽ ഒരു ഇച്ചിരി എന്താ പറയുക, ഒരു പരുക്കൻ ക്യാരക്ടർ എനർജി ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഇമോഷണൽ ബാലൻസിലേക്ക് വരണം എന്നുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. മനസ്സ് തുറക്കണം എന്നുള്ളൊരു എനർജിയാണ്. അതല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു എലോൺ എനർജിയുടെ, ഒരു ഒറ്റപ്പെടലിൻ്റെ പ്രസൻസ് നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ ഫാദർ എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനായിട്ട് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതും ഇമോഷൻസിനെ ബേസ് ചെയ്ത് തന്നെയാണ് കേട്ടോ. ഇമോഷണൽ പരമായ ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു ബ്ലോക്കേജ് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങളുടേതാകുന്ന ആ ഒരു ബുദ്ധി ഉപയോഗിച്ച് തന്നെ കറക്റ്റ് ചെയ്ത് കണക്റ്റ് ചെയ്യുക എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു കർമ്മ എൻഡിങ് കാണുന്നുണ്ട് കേട്ടോ. ഒരു പാസ്റ്റ് ലൈഫ് എനർജിയുടെ പ്രസൻസ്, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫിലെ ചില കാര്യങ്ങൾ കർമ്മ ബേസിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഇമോഷണൽ പരമാകുന്ന ചില ട്രോമ എനർജിയിലൂടെ അല്ലെങ്കിൽ ട്രാജഡിയിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതമാണ് നിങ്ങളുടേതെങ്കിൽ അത് പാസ്റ്റ് ലൈഫിനെ ബേസ് ചെയ്ത് നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു എൻഡിങ് ആവുന്നുണ്ട് കേട്ടോ. പാസ്റ്റ് ലൈഫ് കണക്ഷൻസിനെ ബേസ് ചെയ്തുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു എഫോർട്ടിങ് എനർജി ഉണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ ബേസ് ചെയ്ത് നിങ്ങൾ പോകുന്ന ഒരു കാര്യം, ചിലപ്പോൾ ഈ കരിയർ പാതയിലൊക്കെ തന്നെ ആയിരിക്കാം, സാമ്പത്തികപരമാകുന്ന ഒരു സേവിങ്ങിനെ ബേസ് ചെയ്തായിരിക്കാം നിങ്ങൾ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹാർഡ് വർക്കിംഗ് എനർജി ഇന്ന് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നു മുതൽ അങ്ങോട്ടേക്ക് നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമയം മാറ്റി വയ്ക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വേണം, നിങ്ങൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് ഫ്യൂച്ചറിൽ ഒരു സ്റ്റാർ എനർജിയിൽ സക്സസ്സിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ വന്നു ചേരുന്നുണ്ട്. നിങ്ങളുടേതാകുന്ന ഒരു മാറ്റം നിങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാണ്. ചിലപ്പോൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുകയും അതിനൊപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യാനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തീരുമാനം നിങ്ങൾ ഇന്ന് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒന്നിലധികം കാര്യങ്ങളെ ബേസ് ചെയ്ത് ചില തീരുമാനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം കണക്റ്റ് ചെയ്യുകയും അതിനുള്ള ആ ഒരു ശ്രമം ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന, ഫോക്കസിങ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്കതിൽ സക്സസ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് കാര്യത്തെയാണോ അതിശക്തമായിട്ട് ഐഡിയോളജിപരമായിട്ട്, അതായത് നിങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ഒരാശയമാകാം, അല്ലെങ്കിൽ നിങ്ങളുടേതാകുന്ന ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യണം, ഒന്നേന്ന് തുടങ്ങി വെക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ലോസ് സംഭവിച്ച ഒരു കാര്യം വീണ്ടും നിങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കണമെന്നുള്ള ഒരു ശ്രമത്തിൽ അതിൽ എത്രത്തോളം ഫോക്കസിങ് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്കൊരു സക്സസ് എനർജി വരുന്നുണ്ട്. ഒരു പുതിയ തുടക്കത്തിൻ്റെ ഒരു എനർജിയാണ്. പക്ഷേ ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് ഒരു വിജയത്തെയാണ് കാണിക്കുന്നത് കേട്ടോ, ഒരു വലിയ സക്സസ്സിനെയാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു പാഷനായിരിക്കാം, നിങ്ങളുടെ ഒരു ആഗ്രഹ സാഫല്യമായിരിക്കാം ഈ ഒരു സക്സസ്സിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ കഴിവിൻ്റെ
നിങ്ങളുടെ ഒരു സ്കിൽസ്, നിങ്ങളുടെ ഒരു കഴിവ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്രയോജനകരമാകുന്നുണ്ട് കേട്ടോ. അത് ഇമോഷണലി ആണെങ്കിൽ നിങ്ങൾ നല്ല ഇമോഷണൽ പരമാകുന്ന ഒരു വ്യക്തിത്വമാണ്, നിങ്ങൾക്ക് എല്ലാവരോടും സ്നേഹവും അനുകമ്പയൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ ഇമോഷൻസ് ഇന്ന് നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ചാരിറ്റി ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനസ്സാണെങ്കിൽ നിങ്ങളുടെ ശരീരം, അതായത് അധ്വാനം, നിങ്ങളുടെ ഒരു സപ്പോർട്ട്, ഫിസിക്കൽ പരമാകുന്ന സഹായങ്ങൾ ചെയ്യാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, ബുദ്ധിപൂർവ്വമുള്ള കാര്യങ്ങളെ ബേസ് ചെയ്ത് മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നു എന്നാണ് കാണുന്നത്. ഒരു ഗ്രോത്ത്, ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ഒരു ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ സമർപ്പണ ബോധത്തോടുകൂടി സത്യസന്ധതയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്കൊരു ചീറ്റിംഗ് ലഭിക്കാനും സാധ്യതയുള്ള ഒരു എനർജി കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ചെറിയൊരു ചീറ്റിങ്ങിൻ്റെ പ്രസൻസ് നമുക്കവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ശ്രദ്ധയോടുകൂടി നിൽക്കുക. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗമുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന നന്മയുടെ സപ്പോർട്ടിൻ്റെ ഫലം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം എവിടെയും മൗനമായിട്ട് സ്വയം ഉൾവലിഞ്ഞ് നിൽക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇരയാക്കാൻ പറ്റുന്ന, നിങ്ങൾ ഈ മറുത്തൊന്നും പറയാതെ ആരെന്തു പറഞ്ഞാലും അത് കേട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളൊന്ന് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വരുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ തന്നെ ഒന്ന് പ്രൊട്ടക്റ്റഡ് ആക്കുന്ന സാഹചര്യമാണ്. അപ്പം ചിലതൊക്കെ നമ്മൾ പറയേണ്ട സമയത്ത് പറയേണ്ടിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല, അതവിടെ അവസാനിക്കും എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രതികരിക്കുന്നത് നിങ്ങളുടേതാകുന്നൊരു പ്രൊട്ടക്ഷൻ തന്നെ നിങ്ങൾക്ക് തീർക്കുന്നതാണ്. ശത്രുക്കൾക്ക് നിങ്ങളെ തൊടാൻ പറ്റാത്ത വിധം നിങ്ങളൊരു വലയം പൂർണ്ണതയിലെ ഒരു വലയം തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ സാമ്പത്തികപരമാകുന്ന എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇന്ന് ഇറങ്ങിത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത്. ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ചു പോയത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസിലൂടെ അവസാനിച്ചു പോയ ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ എനർജിയിലൊരു എന്താ പറയുക, ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ, ഒരു നല്ല തിരിച്ചടിവോടുകൂടി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ആത്മീയ യാത്ര, കുറച്ച് ആളുകൾക്കിടെ ഒരു ആത്മീയ യാത്രയുടെ സമയമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ അതുപോലെ തന്നെ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജിയിലേക്ക് ഇറങ്ങണം, കുറച്ച് ദൈവികമാകുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഗൈഡൻസും വളരെ നല്ലൊരു സപ്പോർട്ടിങ്ങും ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ലീഗൽ പരമാകുന്ന പ്രശ്നത്തെ, ഒരു മധ്യസ്ഥ ആവശ്യമുണ്ടായ സിറ്റുവേഷൻസിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പോസിറ്റീവാകുന്ന റിസൾട്ട്, ആ ഒരു മധ്യസ്ഥതയുടെ ഫലം അല്ലെങ്കിൽ വിജയം നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നു എന്ന എനർജി കൂടി വന്നിട്ടുണ്ട്. നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് എസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ ഒരു പാസ്റ്റിലെ ഒരു പേഴ്സൻ്റെ എനർജി, ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലെ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഇമോഷണൽ പരമായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ എസ് ആണ്, ബാലൻസ് ആണെന്നാണ് കാണുന്നത്. ഹെൽപ്പ്ഫുൾ പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടൊരു അന്വേഷണമൊക്കെ നടത്തുന്ന വ്യക്തികളാണ് എങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു മറ്റൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് അതിനൊരു പ്രൊട്ടക്ഷനോടുകൂടി കണക്ട് ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഹെൽപ്പ്ഫുൾ പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആളുകളെ, നിങ്ങൾക്കതിന് പറ്റിയ ആളുകളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നാണ് കാണുന്നത്. റൊമാൻസ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു മസലൊക്കെ ഒരു പരുക്കൻ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ, അതായത് ഇമോഷൻസിനെയൊക്കെ ഹൈഡ് ചെയ്യുന്നൊരു ക്യാരക്ടർ നിങ്ങളിലുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കണം, ഇച്ചിരി റൊമാൻസ് ആവുക എന്നാണ് കാണുന്നത് കേട്ടോ. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഡിവൈൻ. വെയിറ്റ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സാമ്പത്തികപരമാകുന്ന കാര്യമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ മുന്നോട്ടേക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പ്ലാനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ എടുത്തു ചാടി നിങ്ങൾ അതിന് ഇറങ്ങണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് ബിസിനസ് ആയിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, ഒരു ട്രാവലിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള മറ്റെന്തെങ്കിലും പ്രോജക്റ്റ് വർക്ക് ആയിക്കോട്ടെ, നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിങ്ങളുടെ ഒരു ലീഡർഷിപ്പിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത്, അതായത് വളരെ പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറയുന്നത് കേട്ടോ.